ഹായ്, ദിസ് ഇസ് മുഹമ്മദ് ഷാഫി. എല്ലാവർക്കും ഓൺലൈൻ കൊമേഴ്സ് മാസ്റ്ററിലേക്ക് സ്വാഗതം. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് അക്കൗണ്ടിങ്. ഇന്ന് നമ്മുടെ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിങ്ങിനെ കുറിച്ചാണ്. അക്കൗണ്ടിങ് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ലൂക്ക പാസിയോളി എന്ന ഇറ്റാലിയൻ മാത്തമാറ്റീഷ്യനാണ് അക്കൗണ്ടിങ്ങിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. മീനിങ് ഓഫ് അക്കൗണ്ടിങ്: accounting is an information system which receives data input, process the same and give its output in the form of information which is useful for decision making. അക്കൗണ്ടിങ് ഒരു ഇൻഫർമേഷൻ സിസ്റ്റമാണ്. അത് ഡാറ്റകളെ ഇൻപുട്ടായി സ്വീകരിക്കുകയും പ്രോസസ്സിങ്ങിലൂടെ തീരുമാനങ്ങൾ എടുക്കാൻ ഉപകാരപ്രദമായ ഇൻഫർമേഷനുകൾ അഥവാ വിവരങ്ങളാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അഥവാ ഡാറ്റകളെ ഇൻപുട്ടായി സ്വീകരിക്കുകയും പ്രോസസ്സിങ്ങിലൂടെ അത് തീരുമാനമെടുക്കാൻ ഉപകാരപ്രദമായ ഇൻഫർമേഷനുകളാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ. ആൻഡ് അക്കൗണ്ടിങ് is also called the language of business. It is the media through which the business communicates various information with the interested parties. അക്കൗണ്ടിങ്ങിലൂടെയാണ് ബിസിനസ് അതിൻ്റെ വിവരങ്ങൾ വ്യത്യസ്ത തൽപരരായ പാർട്ടികളുമായി അതിൻ്റെ വിവരങ്ങൾ കൈമാറ്റം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ്ങിനെ നമുക്ക് ബിസിനസിന്റെ ലാംഗ്വേജ് എന്ന് വിളിക്കാം. Definition of accounting: American Institute of Certified Public Accountants AICPA defines accounting is an art of recording, classifying, summarizing in a significant manner and in terms of money transactions and events which are in part at least of financial character and interpreting the results thereof. American Institute of Certified Public Accountants അഭിപ്രായത്തിൽ അക്കൗണ്ടിങ് ഇറ്റ് ഈസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ഇത് ഒരു എഴുതി വെക്കുന്ന കലയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. Then there is classifying, that means there is classifications of business transactions. Like നമ്മുടെ സ്കൂളുകളിൽ കുട്ടികളെ നമ്മൾ സയൻസിലെ കുട്ടികളെന്നും കൊമേഴ്സിലെ കുട്ടികളെന്നും ഹ്യൂമാനിറ്റീസിലെ കുട്ടികളെന്നും ഗ്രൂപ്പ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ബിസിനസ്സിലെ ട്രാൻസാക്ഷനുകളെയും വ്യത്യസ്ത ഗ്രൂപ്പുകളാക്കുന്നതിനെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. Then we will prepare reports in a summary form like trading account, profit and loss account, balance sheet in a significant manner. ഇവിടെ നാം റെക്കോർഡ് ചെയ്യുന്നതും ക്ലാസിഫൈ ചെയ്യുന്നതും സമ്മറി പ്രിപ്പയർ ചെയ്യുന്നതും എല്ലാം it should be according to the rules and regulations of the accounting, but the transactions and event should be expressed in terms of money and it should be of financial character. Suppose നാം ഒരു കാർ വാങ്ങുമ്പോൾ അതിൻ്റെ മോഡൽ, അതിൻ്റെ സൈസ്, അതിൻ്റെ കളർ, അതിൻ്റെ കമ്പനി, it is not a factor in accounting, but how much we spend for purchasing the car is a factor of accounting. That is financial character, or it should be expressed in terms of money. And interpreting the results thereof means വ്യാഖ്യാനിക്കാൻ നമുക്ക് സാധിക്കണം. റിസൾട്ടുകളെയും പെർഫോമൻസിനെയും വ്യാഖ്യാനിക്കാൻ സാധിക്കണം, അതിനെ അനാലിസിസ് നടത്താൻ സാധിക്കണം. വ്യത്യസ്ത അക്കൗണ്ടിങ് ടൂളുകൾ ഉപയോഗിച്ച് നമ്മൾ അതിനെ അനാലിസിസ് നടത്തുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു. Thus we can say accounting is the art of recording. ഇതൊരു റെക്കോർഡ് ചെയ്യുന്ന കലയാണ്, ഇതൊരു ഗ്രൂപ്പിംഗ് ഓഫ് ട്രാൻസാക്ഷൻ ആണ്, ഇതൊരു പ്രിപ്പറേഷൻ ഓഫ് റിപ്പോർട്ട്സ് ഇൻ എ സമ്മറി ഫോമാണ്. ഇതുപയോഗിച്ച് നമുക്ക് അനാലിസിസ് നടത്താനും അതുപോലെ ഇൻ്റർപ്രറ്റ് ചെയ്യാനും സാധിക്കുന്നു. ഹിയർ വി കൺസിഡർ ഓൺലി ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആൻഡ് അറ്റ് ലാസ്റ്റ് വി വിൽ കമ്മ്യൂണിക്കേറ്റ് ദ റിസൾട്ട്സ് to various interested parties. Some relevant aspects of the above definitions. Here we will discuss about some of the aspects from the above definition. First one is economic events.
It means the business transactions. It may be of external or internal. Business transaction ഒന്നുകിൽ external ആവാം അല്ലെങ്കിൽ internal ആവാം. External event, transfer of something of value between two or more entities. Here, the transactions take place with the outside parties. For example, payment of wages to the employees, purchase of goods from the supplier, sale of goods to a customer, receipt of income by way of commission, etc. Internal event ട്രാൻസാക്ഷൻ നടക്കുന്നത് സ്ഥാപനവും പുറത്തുള്ള പാർട്ടിയുമായിട്ടാണ്. അതുകൊണ്ടാണ് ഇതിന് നമ്മൾ എക്സ്റ്റേണൽ ഇവന്റ് എന്ന് പറയുന്നത്. ഇന്റേണൽ ഇവന്റ്, ഇറ്റ് ഈസ് എൻ എക്കണോമിക് ഇവന്റ് ടേക്ക് പ്ലേസ് വിത്തിൻ ദ ഓർഗനൈസേഷൻസ്. സ്ഥാപനത്തിൻ്റെ അകത്തുള്ള ട്രാൻസാക്ഷനുകളാണ് നമ്മൾ ഇന്റേണൽ ഇവന്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഷ്യൂ ഓഫ് റോ മെറ്റീരിയൽ ഫ്രം സ്റ്റോഴ്സ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള അല്ലെങ്കിൽ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള മെറ്റീരിയൽ ഇഷ്യൂ. സപ്ലൈ ഓഫ് സ്റ്റേഷനറി ഐറ്റംസ് ടു ദ ഓഫീസ്. റിട്ടേൺ ഓഫ് റോ മെറ്റീരിയൽ ഫ്രം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ടു സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ്. ഐഡന്റിഫിക്കേഷൻ, മെഷർമെന്റ്, recording and communication. Here, identification. It involves identification of events that are to be recorded in the books. ഇവിടെ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യേണ്ട ഇവൻറ്റുകളെ അല്ലെങ്കിൽ ട്രാൻസാക്ഷനുകളെ നാം തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇറ്റ് ഇംപ്ലൈസ് ഒബ്സർവിങ് ആൻഡ് സെലക്ടിങ് ദ ഇവൻറ്റ് ദാറ്റ് മേ ബി റെക്കോർഡഡ്. ഇവിടെ നമ്മൾ നിരീക്ഷണത്തിലൂടെയും തെരഞ്ഞെടുക്കലിലൂടെയും ഇവൻറ്റുകളെ നമ്മൾ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. ബി, മെഷർമെൻറ്റ്. ട്രാൻസാക്ഷൻ ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി ആർ ഓൺലി റെക്കോർഡഡ്. നാം നേരത്തെ ചർച്ച ചെയ്തതുപോലെ അക്കൗണ്ടിങ്ങിൽ മോണിറ്ററി വാല്യൂവിൽ അഥവാ മണി വാല്യൂവിൽ റെക്കോർഡ് ചെയ്യുന്ന ട്രാൻസാക്ഷനുകളെ അല്ലെങ്കിൽ ഇവൻറ്റുകളെ മാത്രമേ അക്കൗണ്ടിങ്ങിലേക്ക് പരിഗണിക്കുള്ളൂ എന്നുള്ളതാണ്. The transaction that can be measured in terms of money are only recorded. For example, sale of goods. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിൽപ്പന, പർച്ചേസ് ഓഫ് ഗുഡ്സ്. വസ്തുക്കളുടെ വാങ്ങൽ, പർച്ചേസ് ഓഫ് മെഷീനറി വാങ്ങിക്കുക. ഈ ട്രാൻസാക്ഷനുകളെല്ലാം നമുക്ക് മണി വാല്യൂവിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗമാണെന്ന് നമുക്ക് പറയാം. നേരത്തെ നാം ചർച്ച ചെയ്തതുപോലെ ഒരു കാർ വാങ്ങുമ്പോൾ അതിൻ്റെ മോഡലോ അതിൻ്റെ കളറോ അതിൻ്റെ കമ്പനിയോ അത് അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗമല്ല. കാരണം ആ ഒരു ഇവൻറ്റുകളെ നമുക്ക് മോണിറ്ററി വാല്യൂ അഥവാ മണി വാല്യൂവിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് അത് അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗമല്ല. Recording. After the identification, measurement of economic event that are recorded in chronological order. മേലെ പറഞ്ഞതുപോലെ ഐഡൻറ്റിഫിക്കേഷനും മെഷർമെൻറ്റും കഴിഞ്ഞാൽ നമുക്ക് ആ ട്രാൻസാക്ഷനുകളെ അക്കൗണ്ടിങ്ങിലേക്ക് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത് ഒരു ക്രൊണോളജിക്കൽ ഓർഡറിലായിരിക്കും. ആദ്യം സംഭവിക്കുന്നത് ആദ്യം റെക്കോർഡ് ചെയ്യുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then comes communication. After the above three stages, accounting information has to be communicated in the proper form to the management or the users in the form of reports like profit and loss account and balance sheet. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ 3 സ്റ്റേജുകളും കഴിഞ്ഞാൽ we will prepare reports and this report will be sent to the interested users of accounting. അങ്ങനെ നമ്മൾ തയ്യാറാക്കുന്ന റിപ്പോർട്ടുകൾ അഥവാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റിപ്പോർട്ടുകൾ, ബാലൻസ് ഷീറ്റ് റിപ്പോർട്ടുകൾ, ട്രേഡിംഗ് അക്കൗണ്ട് റിപ്പോർട്ടുകൾ, ഇവ ആവശ്യമുള്ള ആളുകൾക്ക് നാം സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then number 3, organization. It means an entity that stand for performing business activities either for profit or non-profit. Here organization എന്ന് പറഞ്ഞാൽ സ്ഥാപനമാണ് ഉദ്ദേശിക്കുന്നത്. ഈ സ്ഥാപനം ഒന്നുകിൽ അത് ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാവാം അല്ലെങ്കിൽ
ലാഭേതര ഇച്ഛയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാവാം, അഥവാ സർവീസ് മോട്ടീവ് ആവാം. ഇറ്റ് ക്യാൻ ബി എ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, ഒരു ഏകാംഗ വ്യാപാരമാവാം, ഒരാൾ തന്നെ മുതൽ മുടക്കുകയും ഒരാൾ തന്നെ സ്ഥാപനം നടത്തുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫോം ഓഫ് ബിസിനസ് ആവാം, അല്ലെങ്കിൽ പങ്കാളിത്ത വ്യാപാരമാവാം അഥവാ പാർട്ണർഷിപ്പ്, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആവാം, സഹകരണ സംഘങ്ങളാവാം, അല്ലെങ്കിൽ കമ്പനി രൂപത്തിലാവാം സ്ഥാപനം, അല്ലെങ്കിൽ സ്ഥാപനം മുനിസിപ്പൽ കോർപ്പറേഷൻ ഓർ എനി അതർ അസോസിയേഷൻ ഓഫ് പേഴ്സൺ, ഈ രൂപത്തിൽ ഏതെങ്കിലും ആവാം എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ. മെനി യൂസേഴ്സ് നീഡ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഫോർ മേക്കിംഗ് ഡിസിഷൻ. നാം നേരത്തെ ചർച്ച ചെയ്തതുപോലെ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ ഉപയോഗിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരുപാട് ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ഉണ്ടാവാം. ദീസ് യൂസേഴ്സ് ക്യാൻ ബി ഓഫ് ഡിവൈഡഡ് ഇൻ ടു കാറ്റഗറീസ്. അങ്ങനെ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ ആവശ്യമുള്ള ആളുകളെ നമുക്ക് 2 കാറ്റഗറിയിൽ തിരിക്കാവുന്നതാണ്. ഒന്ന് ഇൻറ്റേർണൽ യൂസേഴ്സ്, സ്ഥാപനത്തിന് അകത്തുള്ള യൂസേഴ്സാണ് ഇൻറ്റേർണൽ യൂസേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ ആവശ്യമുള്ള ആളുകൾ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദ ഓർഗനൈസേഷൻ, ഫിനാൻഷ്യൽ ഓഫീസർ, വൈസ് പ്രസിഡന്റ്, ബിസിനസ് യൂണിറ്റ് മാനേജേഴ്സ്, പ്ലാൻ മാനേജേഴ്സ്, സ്റ്റോഴ്സ് മാനേജർ, line supervisors, etc. All these person needs the accounting information for taking important decision. ഈ പറയുന്ന സ്ഥാപനത്തിനുള്ള അകത്തുള്ള ആളുകളെല്ലാം തന്നെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമുള്ള ആളുകളാണ്. അവർക്ക് തീരുമാനങ്ങൾ, ബിസിനസ് സംബന്ധമായ തീരുമാനങ്ങൾ എടുക്കാൻ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമുള്ള ഇന്റേണൽ യൂസേഴ്സ് ആണ്. ദെൻ എക്സ്റ്റേണൽ യൂസേഴ്സ്. ഇറ്റ് മേ ഇൻക്ലൂഡ് the present and potential investors. എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിന് പുറത്തുള്ള അക്കൗണ്ടിങ്ങിൻ്റെ വിവരങ്ങൾ ആവശ്യമുള്ള ആളുകളാണ് എക്സ്റ്റേണൽ യൂസേഴ്സ്. ദിസ് ഇൻക്ലൂഡ് പ്രസൻറ്റ് ആൻഡ് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്. ഇപ്പോഴത്തെയും ഇനി സ്ഥാപനത്തിലെ ഇൻവെസ്റ്റേഴ്സ് ആവാൻ താല്പര്യമുള്ള ആളുകളാവാം, ക്രെഡിറ്റേഴ്സ് ആവാം, സ്ഥാപനത്തിന് ബാധ്യത ഉള്ള ആളുകളാവാം, ബാങ്കിൽ നിന്ന് അതുപോലെ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ബാങ്കുകൾക്ക് നമ്മൾ റിപ്പോർട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആവാം, ഓർ അതർ ലെൻഡേഴ്സ്, മറ്റു രീതിയിൽ ലോൺ കൊടുക്കുന്ന ആളുകളാവാം. ടാക്സ് അതോറിറ്റീസിന് അക്കൗണ്ടിങ്ങിൻ്റെ ഇൻഫർമേഷൻ ആവശ്യമുണ്ട്. മറ്റ് റെഗുലേറ്ററി ഏജൻസീസ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്പനി അഫയേഴ്സ്, രജിസ്ട്രാർ ഓഫ് കമ്പനീസ്, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, ലേബർ യൂണിയൻ, ട്രേഡ് അസോസിയേഷൻ, സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്, കൺസ്യൂമേഴ്സ്, ഓൾ ദീസ് പാർട്ടീസ്, ഈ പാർട്ടികളൊക്കെ തന്നെ സ്ഥാപനത്തിന് പുറത്തുള്ള ആളുകളാണ്. അവർക്കും അക്കൗണ്ടിങ്ങിൻ്റെ വിവരങ്ങൾ ആവശ്യമാണ്.